C++. Class 10. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്ടർ, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, പാരാമീറ്ററൈസ് കൺസ്ട്രക്ടർ, പിന്നെ കൺസ്ട്രക്ടർ ഓവർലോഡിംഗ്. Constructor. A constructor in C++ is a block of code similar to method. C++ നമുക്കറിയാം, അതിലെ ക്ലാസ് കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ക്ലാസ്സിനകത്ത് ഡേറ്റ പാർട്ടും വരും, മെത്തേഡ് പാർട്ടും വരും. എക്സ്പെഷ്യലി മെത്തേഡ് പാർട്ടിനകത്ത് മെത്തേഡ്സ് വരും, അല്ലെങ്കിൽ ഈ മെത്തേഡ്സിനാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ C++ലെ മെത്തേഡ് പോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കൺസ്ട്രക്ടർ. മെത്തേഡിനകത്ത് നമുക്കറിയാം കുറെ കോഡ് കാണും, ബ്ലോക്ക് ഓഫ് കോഡ് കാണും. അതേപോലെ കൺസ്ട്രക്ടറും ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. അപ്പോൾ മെത്തേഡ് പോലത്തെ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എൻക്ലോസ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. Constructor name is same as that of class name. മെത്തേഡായിട്ട് കമ്പയർ ചെയ്യുമ്പം കൺസ്ട്രക്ടറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മെത്തേഡിന് നമുക്ക് ഏത് പേര് വേണോ ആവാം, അല്ലെങ്കിൽ സ്വപ്നം വ്യക്തമായിട്ട് പറഞ്ഞാൽ ക്ലാസിന്റെ പേര് ഒരിക്കലും മെത്തേഡിന് വരത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഏത് ക്ലാസിന്റെ കൺസ്ട്രക്ടർ ആണോ ആ ക്ലാസിന്റെ അതേ പേര് തന്നെയായിരിക്കും കൺസ്ട്രക്ടറിന്, ക്ലാസ് നെയിം തന്നെയായിരിക്കും കൺസ്ട്രക്ടറിന്. അതേപോലെ കേസ് സെൻസിറ്റിവിറ്റി ഉൾപ്പെടെ എന്ന് വെച്ചാൽ ക്ലാസ് നെയിമിൽ ഏതൊക്കെ ലെറ്റർ ക്യാപിറ്റൽ ആണോ ഏതൊക്കെ ലെറ്റർ സ്മോൾ ആണോ അതേപോലെ വേണം കൺസ്ട്രക്ടറിന്റെ പേരും വരാൻ. അപ്പം ഏത് ക്ലാസ്സിലെ കൺസ്ട്രക്ടർ ആണോ ആ ക്ലാസ് നെയിം എന്തോന്നാണ് അതേ പേര് തന്നെയായിരിക്കും കൺസ്ട്രക്ടർ. ഇറ്റ് ഈസ് കോൾഡ് ഓട്ടോമാറ്റിക്കലി when an object is created. ഇതാണ് കൺസ്ട്രക്ടറിന്റെ രണ്ടാമത്തെ പ്രത്യേകത. നമ്മൾ സാധാരണ ഒരു മെത്തേഡ് ആണെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് മെയിനകത്ത് വെച്ച് ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് മെത്തേഡ് വിളിക്കും. അങ്ങനെ ഒരു ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് മെത്തേഡ് കോൾ ചെയ്താണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ കൺസ്ട്രക്ടറിന്റെ കേസിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യപ്പെടും അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യപ്പെടും എപ്പോഴും ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് അതിന് കൺസ്ട്രക്ടർ എന്നുള്ള പേര് തന്നെ വരാൻ കാര്യം. അപ്പോൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് കോൾ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മെത്തേഡാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രത്യേകം നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യപ്പെടും അല്ലെങ്കിൽ കോൾ ചെയ്യപ്പെടും. Constructors are used when there is a need to initialize the members of an object as soon as the object is created. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു കൺസ്ട്രക്ടേഴ്സ് പ്രത്യേകം നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല, ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ സാധാരണ വേണ്ടി വരുന്നത് ഒരു ഓബ്ജക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള മെമ്പേഴ്സ് ചിലപ്പോൾ ഇനിഷ്യലൈസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഓബ്ജക്റ്റിനകത്ത് കുറച്ച് വേരിയബിൾസ് കാണും. ആ വേരിയബിൾസിനകത്ത് ഡേറ്റയൊക്കെ നമുക്ക് ഒരു പ്രത്യേക വാല്യൂയിലുള്ള അല്ലെങ്കിൽ ഇന്ന വാല്യൂയിലുള്ള ഡേറ്റയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഇനിഷ്യലൈസേഷൻ ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഇനിഷ്യലൈസേഷൻ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. കൺസ്ട്രക്ടർ ഇനിഷ്യലൈസസ് ആൻ ഓബ്ജക്ട്. അപ്പോൾ കൺസ്ട്രക്ടറിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആണ് ഓബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യുക. അതുകൊണ്ടാണ് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യപ്പെടുന്നത്. കൺസ്ട്രക്ടർ കനോട്ട് ബി കോൾഡ് ലൈക്ക് മെത്തേഡ്സ്. സാധാരണ ഓബ്ജക്റ്റ് ഡോട്ട് ഓപ്പറേറ്റർ മെത്തേഡ് വെച്ച് വിളിക്കുന്നത് പോലെ സാധാരണ കൺസ്ട്രക്ടർ വിളിക്കാറില്ല. കൺസ്ട്രക്ടർ മെത്തേഡ് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് കോൾ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം മെത്തേഡ് കോൾ ചെയ്യും പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ല കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നത്. Constructors don't have any return type, not even void. ഇതാണ് കൺസ്ട്രക്ടറും സാധാരണ മെത്തേഡുമായിട്ടുള്ള വേറൊരു വ്യത്യാസം. സാധാരണ മെത്തേഡ് ആണെങ്കിൽ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ ആ മെത്തേഡിന്റെ പേരിന്റെ ഇടത് വശത്ത് നമ്മൾ void എന്ന് എഴുതും. എന്ന് പറഞ്ഞാൽ void എന്ന് എഴുതിയാൽ ആ മെത്തേഡ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെന്ന അർത്ഥം. പക്ഷെ ഇവിടെ കൺസ്ട്രക്ടറിന്റെ പ്രത്യേകത, കൺസ്ട്രക്ടർ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഈവൻ void പോലും ഇല്ല.
സാധാരണ ഏത് മെത്തേഡും ഇപ്പോൾ IND ഇന്ത്യ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടതുവശത്ത് IND എന്ന് എഴുതും. അതേസമയം ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വോയിഡ് എന്ന് എഴുതും. പക്ഷെ കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പേ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ വോയിഡ് എന്ന് പോലും എഴുതൂല. നോട്ട് ഈവൻ വോയിഡ് എന്ന് പോലും നമ്മൾ എഴുതൂല. അപ്പോൾ കൺസ്ട്രക്ടറിന് ഒരു റിട്ടേൺ ടൈപ്പും ഇല്ല. കൺസ്ട്രക്ടർ ക്യാൻ അക്സെപ്റ്റ് പാരാമീറ്റർ. ഇപ്പൊ കൺസ്ട്രക്ടർ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, പക്ഷെ കൺസ്ട്രക്ടറിന് ആർഗ്യുമെന്റ് ആയിട്ട് അല്ലെങ്കിൽ പാരാമീറ്റർ ആയിട്ട് ഡാറ്റ അക്സെപ്റ്റ് ചെയ്യാം. അത് നമ്മളിനി പല ടൈപ്പ് കൺസ്ട്രക്ടേഴ്സ് നോക്കുമ്പം പ്രത്യേകിച്ച് പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടറിന്റെ പ്രത്യേകതയാണ് ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് ആർഗ്യുമെന്റ്സ്. പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ ആയിരുന്നാലും കോപ്പി കൺസ്ട്രക്ടർ ആയിരുന്നാലും അതിനൊക്കെ ആർഗ്യുമെന്റ്സ് അക്സെപ്റ്റ് ചെയ്യാം. ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടേഴ്സ്. കൺസ്ട്രക്ടർ സാധാരണ നമ്മൾ 3 ടൈപ്പിലുണ്ടെന്ന് പറയും. ഡീഫോൾട്ട് കൺസ്ട്രക്ടർ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കൺസ്ട്രക്ടറാണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പേര്, ആ ഡീഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ പേര് ക്ലാസ് നെയിം ആയിരിക്കും വിത്ത് empty ബ്രാക്കറ്റ്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരാമീറ്ററും ഇല്ല. അല്ലെങ്കിൽ ക്ലാസ് നെയിം ഒരു empty ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ empty ബ്രാക്കറ്റ് മീൻസ് ബ്രാക്കറ്റിനകത്ത് ഒന്നുമില്ല എന്ന് വെച്ചാൽ ആ കൺസ്ട്രക്ടറിന് ആർഗ്യുമെന്റ്സ് ഒന്നുമില്ല എന്ന് വെച്ചാൽ അകത്തോട്ടൊന്നും പാസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് കൺസ്ട്രക്ടറിനാണ് നമ്മൾ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അടുത്തൊരു ടൈപ്പാണ് പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ. ഇവിടെയും കൺസ്ട്രക്ടർ ആസ് യൂഷ്വൽ ക്ലാസിന്റെ പേര് തന്നെയായിരിക്കും കൺസ്ട്രക്ടറിന്റെ പേര്, പക്ഷെ ബ്രാക്കറ്റിൽ പാരാമീറ്റർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആർഗ്യുമെന്റ്, ഈ പാരാമീറ്ററിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ആർഗ്യുമെന്റ് ആയിട്ട് അല്ലെങ്കിൽ പാരാമീറ്റർ ആയിട്ട് നമുക്ക് കൺസ്ട്രക്ടറിന് ഉള്ളിലോട്ട് ഈ വേരിയബിൾസ് യൂസ് ചെയ്ത് ഡേറ്റ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അകത്തോട്ട് ഡേറ്റ പാസ് ചെയ്യാൻ പറ്റും, ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കൺസ്ട്രക്ടറിനാണ് നമ്മൾ പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ ടൈപ്പ് കോപ്പി കൺസ്ട്രക്ടർ. ക്ലാസ് നെയിം ബ്രാക്കറ്റ് കോൺസ്റ്റന്റ് ക്ലാസ് നെയിം ഓൾഡ് ഓബ്ജക്ട്. ഇത് ഒരു കോപ്പി, ഒരു ഓബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് അതേപോലത്തെ വേറൊരു ഓബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. എന്നുവെച്ചാൽ ആദ്യം ഒരു ഓബ്ജക്റ്റ് ഉണ്ടായാൽ അതിന്റെ ഒരു കോപ്പി ജനറേറ്റ് ചെയ്യാം. അങ്ങനത്തെ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ കോപ്പി കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. ഇന്നിപ്പോ ഈ ഒരു ക്ലാസ്സിൽ നമ്മളിപ്പോൾ ആദ്യം ഡീഫോൾട്ട് കൺസ്ട്രക്ടറും പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടറും പിന്നെ കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. കോപ്പി കൺസ്ട്രക്ടർ അടുത്ത ക്ലാസ്സിൽ നോക്കോളൂ. അപ്പോൾ ഇവിടെ ബേസിക്കലി 3 ടൈപ്പ് ആണുള്ളത്: ഡീഫോൾട്ട് കൺസ്ട്രക്ടർ, പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ, കോപ്പി കൺസ്ട്രക്ടർ. നമുക്കിനി ഡീഫോൾട്ട് കൺസ്ട്രക്ടർ നോക്കാം. ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. Default constructor is a constructor which is having no parameters or arguments. Default constructor എന്ന് പറഞ്ഞാൽ ഒരു ആർഗ്യുമെന്റ്സും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ ഇല്ലാത്ത ഒരു കൺസ്ട്രക്ടറിനാണ് നമ്മൾ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഈസ് ഓൾസോ കോൾഡ് സീറോ ആർഗ്യുമെന്റ് കൺസ്ട്രക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡീഫോൾട്ട് കൺസ്ട്രക്ടറിന് പാരാമീറ്റർ ഇല്ല എന്ന് വെച്ചാൽ ആർഗ്യുമെന്റ് ഇല്ല എന്ന് വെച്ചാൽ അത് വേരിയബിൾസിൽ കൂടെ അകത്തോട്ട് ഡാറ്റ പാസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആർഗ്യുമെന്റ് ഇല്ല എന്ന് വെച്ചാൽ സീറോ ആർഗ്യുമെന്റ്. അതിന് നമ്മൾ സീറോ ആർഗ്യുമെന്റ് കൺസ്ട്രക്ടർ എന്നും പറയാറുണ്ട്. If a default constructor is not provided by the programmer explicitly, then the compiler provides a implicit default constructor. അത് കമ്പൈലറിന്റെ വർക്കിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പം പ്രോഗ്രാമർ അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മളെ പ്രോഗ്രാമിൽ ഒരു ഡീഫോൾട്ട് കൺസ്ട്രക്ടർ പറഞ്ഞില്ലെങ്കിൽ ഒരു ഇംപ്ലിസിറ്റ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ കമ്പൈലർ പ്രൊവൈഡ് ചെയ്യും. അത് നമുക്കറിയാം, പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എഴുതിയ ലൈൻസ് കൂടാതെ ഒരുപാട് എക്സ്ട്രാ ലൈൻസ് കമ്പൈലർ ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ ഇൻസേർട്ട് ചെയ്യപ്പെടുന്ന എക്സ്ട്രാ ലൈൻസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാത്തതായ ഡീഫോൾട്ട് കൺസ്ട്രക്ടറും കൂടാതെ പ്രൊവൈഡ് ചെയ്യും. In that case, the default values of the variables are 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും പറഞ്ഞില്ല, നമ്മൾ കൺസ്ട്രക്ടറെ ഡീഫോൾട്ട് കൺസ്ട്രക്ടറെ പ്രൊവൈഡ് ചെയ്തില്ല, കമ്പൈലർ ഡീഫോൾട്ട് ആയിട്ട് ഒരു ഇംപ്ലിസിറ്റ് കൺസ്ട്രക്ടർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള വേരിയബിൾസിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി നമുക്കൊരു പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാം ടു ഡെമോൺസ്ട്രേറ്റ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം.
to demonstrate default constructor. ഇവിടെ ആദ്യ ഹാഷ് കൂടെ IOStream.h, അടുത്ത ഹെഡ് ഫയൽ സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഹാഷ് കൂടെ conio.h. നമ്മൾ ക്ലാസ് ഇവിടെ നമ്മൾ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ക്ലാസ് നെയിം റെക്ടാങ്കിൾ ആണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിനകത്ത് വരുന്ന കൺസ്ട്രക്ടറിന്റെ പേരും റെക്ടാങ്കിൾ എന്നായിരിക്കും. അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് പിന്നെ പബ്ലിക്, അതാണ് വേറെ പ്രത്യേകത. നമ്മൾ കൺസ്ട്രക്ടർ സാറിന് യൂസ് ചെയ്യുമ്പം ഇതുവരെ നമ്മൾ ഡേറ്റ പാർട്ട് യൂസ് ചെയ്തപ്പം അവിടെ പ്രത്യേകിച്ച് പബ്ലിക് ഒന്നും പറഞ്ഞില്ല, എന്ന് വെച്ചാൽ പ്രൈവറ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുമ്പോൾ പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം, അതുകൊണ്ട് പബ്ലിക് കോളൻ. അതിനകത്ത് ഇന്റിജർ ഡാറ്റ ടൈപ്പിൽപ്പെട്ട ലെങ്ത് എന്ന് പറഞ്ഞ വേരിയബിള്, വീണ്ടും ഇന്റിജർ ഡാറ്റ ടൈപ്പിൽപ്പെട്ട ബെഡ്ത്ത് എന്ന് പറഞ്ഞ വേരിയബിള്, ഇത്രയാണ് ഡാറ്റ പാർട്ട്. അപ്പം ഡാറ്റ പാർട്ടിന് രണ്ട് വേരിയബിൾസ്, ഇന്റിജർ ഡാറ്റ ടൈപ്പിൽപ്പെട്ട ലെങ്ത് എന്ന് പറഞ്ഞ വേരിയബിളും അതേപോലെ ഇന്റിജർ ഡാറ്റ ടൈപ്പിൽപ്പെട്ട ബെഡ്ത്ത് എന്ന വേരിയബിളും. ഇനി നമ്മളടുത്ത് ഇതിന്റെ മെത്തേഡ് പാർട്ട് ഡിക്ലെയർ ചെയ്യാൻ പോയാണ് പബ്ലിക്. ഇതിലാണ് ഈ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഉൾപ്പെടെ വരുന്നത്. റെക്ടാങ്കിൾ empty bracket semicolon. This is the default constructor. ഇതാണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. നമ്മൾ ഇതുവരെ മെത്തേഡാണ് എഴുതിക്കൊണ്ടിരുന്നത്. മെത്തേഡ് എഴുതുമ്പോൾ ഇടതുവശത്ത് വോയിഡ് എന്ന് പറയും. പിന്നെ മെത്തേഡിന് ഒരിക്കലും ക്ലാസിന്റെ അതേ പേര് വരത്തില്ല. ഇവിടെ അങ്ങനെയല്ല, നമ്മളെ ക്ലാസിന്റെ പേര് റെക്ടാങ്കിൾ ആണ്, ഇവിടെ കൺസ്ട്രക്ടറിന്റെ പേര് റെക്ടാങ്കിൾ. അതേപോലെ വരാം, ക്ലാസ്സിൽ ഏത് പേരാണോ അതേ പേര് മാത്രമേ ആ ക്ലാസിന്റെ അകത്തുള്ള കൺസ്ട്രക്ടറിന് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ക്ലാസിന്റെ പേര് റെക്ടാങ്കിൾ, അതുകൊണ്ട് ഇവിടെയും കൺസ്ട്രക്ടറിന്റെ പേര് റെക്ടാങ്കിൾ. ഇനി ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ empty ബ്രാക്കറ്റ് ആണ്, അതിനകത്ത് ഒന്നുമില്ല, ഒന്നും പാസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കൺസ്ട്രക്ടർ നമ്മൾ പറയും ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. അപ്പൊ ഇങ്ങനെയാണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഡിക്ലറേഷൻ. ക്ലാസ് നെയിം empty ബ്രാക്കറ്റ് സെമിക്കോളൻ. ഇനി നമ്മൾ ഈ ക്ലാസ് ക്ലോസ് ചെയ്യണം. അപ്പം ഇതിനകത്ത് ഒരു വേറെ മെത്തേഡ് ഒന്നുമില്ല, ഒരു ഡീഫോൾട്ട് കൺസ്ട്രക്ടർ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ആസ് യൂഷ്വൽ ഇതിന്റെ കോഡ് വെളിയിൽ പറയാൻ പോവുകയാണ്. അപ്പൊ റെക്ടാങ്കിൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ റെക്ടാങ്കിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യം എഴുതിക്കുന്ന റെക്ടാങ്കിൾ ക്ലാസിന്റെ പേര്, റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്തുള്ള റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ കൺസ്ട്രക്ടർ, റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ കൺസ്ട്രക്ടർ. ഇതില് ആദ്യം എഴുതിയിരിക്കുന്ന റെക്ടാങ്കിൾ ക്ലാസ് നെയിം, ഇത് ആദ്യത്തെ റെക്ടാങ്കിൾ എന്നുള്ള ക്ലാസ് നെയിം, രണ്ടാമത്തെ റെക്ടാങ്കിൾ എന്നുള്ളത് കൺസ്ട്രക്ടറിന്റെ പേര്, ഡീഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ പേര്. ഡീഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ ബോഡി പാർട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. ഓപ്പണിംഗ് ബ്രേസ് ഇട്ടു. അതിനകത്ത് നമ്മൾ നേരത്തെ ഇതിനകത്ത് രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ലെങ്തും ബ്രെഡ്ത്തും. അപ്പം ലെങ്തിന് ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്, ബ്രെഡ്ത്തിന് ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. ലെങ്തിന്റെ വാല്യൂ 20 എന്ന് കൊടുത്തു, അതേപോലെ ബ്രെഡ്ത്തിന്റെ വാല്യൂ 10 എന്ന് കൊടുത്തു. ഡീഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ ബോഡി പാർട്ട് കഴിഞ്ഞു. അപ്പൊ ഡീഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ ഇവിടെ ഡ്യൂട്ടി, ഇതിനകത്ത് രണ്ട് വേരിയബിൾ ഉണ്ട്, ലെങ്ത് എന്ന് പറഞ്ഞ ഇന്റിജർ വേരിയബിളും ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ ഇന്റിജർ വേരിയബിളും ഉണ്ട്. ലെങ്തിനകത്ത് 20 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുക, ബ്രെഡ്ത്തിനകത്ത് 10 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യുക. ഇനി നമ്മൾ വോയിഡ് മെയിൻ അതിന്റെ ബ്രേസ് ഓപ്പൺ ചെയ്തു. സ്ക്രീൻ ക്ലിയർ ആകാൻ വേണ്ടി CLR റെക്ടാങ്കിൾ R1 സെമിക്കോളൻ. ഇവിടെ നിങ്ങൾക്ക് അറിയാം ക്ലാസ് നെയിം സ്പേസ് ഓബ്ജക്ട് നെയിം സെമിക്കോളൻ എന്ന് വെച്ചാൽ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ് ഇവിടെ R1 എന്ന് പറഞ്ഞ ഓബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാണ്. Cout length of the rectangle less than R1 dot length എന്ന് പറഞ്ഞാൽ ഇവിടെ Cout വെച്ച് ലെങ്തിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യിക്കാൻ പോവുകയാണ്. ഇവിടെ R1 ഡോട്ട് ലെങ്ത്, R1 എന്നുള്ള മെത്തേഡ്, അത് വെച്ച് ഡോട്ട് ലെങ്ത്. അപ്പൊ ഇവിടെ നമുക്കറിയാം നമ്മൾ ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനകത്ത് ലെങ്തിന് ഒരു വാല്യൂ ബ്രെഡ്ത്തിന് ഒരു വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ ഈ റെക്ടാങ്കിൾ R1 എന്ന് പറയുമ്പോഴേ, റെക്ടാങ്കിൾ R1 എന്ന് പറഞ്ഞ ഓബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴേ ആ രണ്ട് വാല്യൂ, ലെങ്തിന്റെ വാല്യൂ ലെങ്തിലും വരും, ബ്രെഡ്ത്തിന്റെ വാല്യൂ ബ്രെഡ്ത്തിലും വരും എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് വരും? R1 എന്ന ഓബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പം അവിടെ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യപ്പെടും. ഡീഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യപ്പെടുന്ന പറഞ്ഞാൽ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുമ്പം ലെങ്തിൽ നമ്മൾ ഏത് വാല്യൂ ആണോ നമ്മൾ അസൈൻ ചെയ്തത് ആ വാല്യൂ ലെങ്ത് വരും, ബ്രെഡ്ത്തിൽ നമ്മൾ ഏത് വാല്യൂ ആണോ അസൈൻ ചെയ്തത് ആ വാല്യൂ ബ്രെഡ്ത്തിൽ വരും. അപ്പൊ ഇവിടെ R1 ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ R1 ഓബ്ജക്ട് വെച്ച് ലെങ്തിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുകയാണ്. അതേപോലെ അടുത്ത ലൈൻ Cout breadth of the rectangle is less than R1 dot breadth. ഇവിടെ നമ്മൾ ബ്രെഡ്ത്തിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ മെയിനിനകത്ത് ഈ വാല്യൂ അസൈൻ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ചെയ്യും. എപ്പോഴും അസൈൻ ചെയ്യും? റെക്ടാങ്കിൾ R1 എന്ന് പറഞ്ഞ ഓബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പം അസൈൻ ചെയ്യും. എന്തുകൊണ്ട് അസൈൻ ചെയ്യും?
റെക്ടാങ്കിൾ R1 എന്ന ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവോക്ക് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും. അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ലെങ്തിന്റെ വാല്യൂ ലെങ്തിലും വരും, ബ്രെഡ്ത്തിന്റെ വാല്യൂ ബ്രെഡ്ത്തിലും വരും. ഇവിടെ നമുക്ക് ഇത് വെച്ച് R1 ഡോട്ട് ലെങ്ത് വെച്ച് ലെങ്തിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാം, R1 ബ്രെഡ്ത്ത് വെച്ച് ബ്രെഡ്ത്തിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാം. ആ മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. അടുത്ത ഇതേപോലത്തെ വേറെ ഡെമോൺസ്ട്രേഷൻ, പ്രോഗ്രാം ഡെമോൺസ്ട്രേറ്റ് അഗൈൻ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. ഇവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു ആഷൻകുഡ് IO സ്ട്രീം ഡോട്ട് എച്ച്. അടുത്ത സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി കോണിയോ ഡോട്ട് എച്ച്. വീണ്ടും ക്ലാസ് റെക്ടാങ്കിൾ, വീണ്ടും കൺസ്ട്രക്ടർ ആയതുകൊണ്ട് നമ്മൾ അതിനെ പബ്ലിക്കായി ഡിക്ലെയർ ചെയ്തു. വീണ്ടും ഇന്റിജർ ഡാറ്റ ടൈപ്പിൽപ്പെട്ട ലെങ്ത് എന്ന് പറഞ്ഞ വേരിയബിള്, ഇന്റിജർ ഡാറ്റ ടൈപ്പിൽപ്പെട്ട ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ വേരിയബിള്. ഇനി നമ്മൾ മെത്തേഡ് പാർട്ട് പറയാൻ പോവുകയാണ്. അതിനകത്ത് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വരും, അതുകൊണ്ട് പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്തു. വീണ്ടും റെക്ടാങ്കിൾ എംറ്റി ബ്രാക്കറ്റ് സെമിക്കോളൻ, വീണ്ടും റെക്ടാങ്കിൾ എംറ്റി ബ്രാക്കറ്റ് സെമിക്കോളൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആണ്. അടുത്ത ഇതിനകത്ത് ഒരു മെത്തേഡ് കൂടെ ഉണ്ട്, വോയിഡ് സെറ്റ് ഡയമെൻഷൻസ്. ഇവിടെ സെറ്റ് ഡയമെൻഷൻ കൺസ്ട്രക്ടറിലെ മെത്തേഡാണ്, നമ്മൾ പണ്ടത്തെ പോലത്തെ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇടതുവശത്ത് വോയിഡ് എന്ന് വന്നു. ഈ മെത്തേഡ് അകത്തോട്ടൊന്നും പാസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എംറ്റി ബ്രാക്കറ്റ്. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിനകത്ത് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ കൺസ്ട്രക്ടറും ഡിഫൈൻ ചെയ്തു, സെറ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞ മെത്തേഡും ഡിഫൈൻ ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്തു. ഇനി രണ്ടിന്റെയും കോഡ് വെളിയിൽ പറയാൻ പോവുക. ആദ്യം റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ കൺസ്ട്രക്ടറിന്റെ കോഡ്. അപ്പൊ റെക്ടാങ്കിൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ റെക്ടാങ്കിൾ എന്ന ക്ലാസ്സിനകത്തുനിന്ന് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആക്സസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഓപ്പണിംഗ് ബ്രേസ്, വീണ്ടും ലെങ്ത് 20 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യുന്നു, ബ്രെഡ്ത്തിൽ 10 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യുന്നു. അപ്പം ഈ കൺസ്ട്രക്ടറാണ് വിളിക്കുന്നതെങ്കിൽ ലെങ്തിൽ 20 എന്ന് പറഞ്ഞ വാല്യൂ വരും, ബ്രെഡ്ത്തിൽ 10 എന്ന് പറഞ്ഞ വാല്യൂ വരും. കൺസ്ട്രക്ടർ നമ്മൾ ക്ലോസ് ചെയ്തു. അടുത്ത നമ്മൾ സെറ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞ മെത്തേഡ്, വോയിഡ് റെക്ടാങ്കിൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ സെറ്റ് ഡയമെൻഷൻസ്, അതിന്റെ ഓപ്പണിംഗ് ബ്രേസ്, അതിൽ വേറെ വാല്യൂ അസൈൻ ചെയ്യാണ്. ലെങ്തിന് 40 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്തു, ബ്രെഡ്ത്തിന് 20 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്തു. അപ്പം കൺസ്ട്രക്ടർ വെച്ച് വിളിക്കുമ്പോൾ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വെച്ച് വിളിക്കുമ്പോൾ ലെങ്തിന് 20യും ബ്രെഡ്ത്തിന് 10ഉം, സെറ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ച് വിളിക്കുമ്പോൾ ലെങ്തിന് 40യും ബ്രെഡ്ത്തിന് 20. അപ്പോൾ ഏത് വെച്ച് വിളിക്കുന്ന അനുസരിച്ച് ഇതിനകത്തുള്ള വാല്യൂ മാറും. നമ്മൾ മെയിൻ മെത്തേഡ് വിളിക്കുകയാണ്. മെയിൻ്റെ ഓപ്പണിംഗ് ബ്രേസ്, സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി CLR SCR. വീണ്ടും നമ്മൾ റെക്ടാങ്കിൾ R1, റെക്ടാങ്കിൾ ക്ലാസ് നെയിം R1 ഓബ്ജക്ട് നെയിം എന്ന് പറഞ്ഞാൽ R1 എന്ന് പറഞ്ഞ ഓബ്ജക്ട് നമ്മൾ വിളിക്കുകയാണ്. സി ഔട്ട് ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ ഈസ് R1 ഡോട്ട് ലെങ്ത്. ഇപ്പോൾ R1 ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വഴി അസൈൻ ചെയ്ത വാല്യൂ ആയിരിക്കും ഇപ്പൊ വരുന്നത് R1 ഡോട്ട് ലെങ്ത്. അതേപോലെ സി ഔട്ട് ബ്രെഡ്ത്ത് ഓഫ് റെക്ടാങ്കിൾ R1 ഡോട്ട് ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ ഇപ്പം ലെങ്തും ബ്രെഡ്ത്തും വരുന്നത് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വഴി നമ്മൾ അസൈൻ ചെയ്ത വാല്യൂസ്. ഇനി R1 ഡോട്ട് സെറ്റ് ഡയമെൻഷൻസ്. ഇനി നമ്മൾ R1 എന്ന് പറഞ്ഞ ഓബ്ജക്ട് ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് പഴയ പോലെ മെത്തേഡ് വിളിക്കുകയാണ്, സെറ്റ് ഡയമെൻഷൻസ്. അപ്പൊ സെറ്റ് ഡയമെൻഷൻ മെത്തേഡ് വെച്ച് വിളിക്കുമ്പോൾ ആ മെത്തേഡിനകത്ത് സെറ്റ് ഡയമെൻഷൻ മെത്തേഡിനകത്ത് ലെങ്തിനും ബ്രെഡ്ത്തിനും വേറെ ഡിഫറെന്റ് വാല്യൂസ് ആയിരുന്നു, ആ വാല്യൂസ് ആയിരിക്കും അപ്പൊ വരുന്നത്. ഇനി അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് സി ഔട്ട് ലെങ്ത് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് R1 ഡോട്ട് ലെങ്ത്, സി ഔട്ട് ബ്രെഡ്ത്ത് റെക്ടാങ്കിൾ R1 ഡോട്ട് ബ്രെഡ്ത്ത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആദ്യം റെക്ടാങ്കിൾ R1 എന്ന് പറഞ്ഞ് ഉള്ള ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പം ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വിളിക്കും. അപ്പം ലെങ്തിന് ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനകത്ത് ലെങ്തിന് ഏത് വാല്യൂ ആണോ ആ വാല്യൂ ലെങ്ത് എന്ന് പറഞ്ഞ വേരിയബിൾ വരും, ബ്രെഡ്ത്തിന് ഏത് വാല്യൂ ആണോ അത് ബ്രെഡ്ത്തിന് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ R1 ഡോട്ട് സെറ്റ് ഡയമെൻഷൻ വിളിക്കുകയാണ്. അപ്പൊ അവിടെ മെത്തേഡ് വെച്ച് വിളിക്കുകയാണ്. അപ്പൊ അവിടെ ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറയുമ്പം ലെങ്തിനകത്ത് സെറ്റ് ഡയമെൻഷനിൽ വെച്ച് ഏത് വാല്യൂ ആണോ പാസ് ചെയ്തത് അത് വരും. അതേപോലെ R1 ഡോട്ട് ബ്രെഡ്ത്ത് വിളിക്കുമ്പം സെറ്റ് ഡയമെൻഷൻ വെച്ച് ബ്രെഡ്ത്തിൽ ഏത് വാല്യൂ ആണോ പാസ് ചെയ്തത് അത് വരും. അപ്പം ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത സെയിം ക്ലാസ്സിൽ തന്നെ കൺസ്ട്രക്ടർ വെച്ച് നമ്മൾ വാല്യൂ അലോട്ട് ചെയ്തു. അതേപോലെ
ഒരു ഓർഡിനറി മെത്തേഡും വെച്ച് നമ്മൾ വാല്യൂ അലോട്ട് ചെയ്യും. ഇനി ആ മെയിൻ ക്ലാസ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യും. ഇതാണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. അടുത്ത നമ്മൾ പാരാമീറ്റർസ് കൺസ്ട്രക്ടർ. Parameters constructor. The parameters constructors are constructors which can accept values. Default constructor at the empty bracket no value on the passing in the parameters constructor നമ്മൾ value pass ചെയ്യും. Values is called argument. ഈ value നെയാണ് നമ്മൾ argument എന്ന് പറയുന്നത്. Argument can be of any type, that is integer, character, array or any object. Argument പല ടൈപ്പ് ആവും. Integer ആവാം, character ആവാം, array ആവാം, object ആവാം, ഏത് വേണമെങ്കിലും argument ആയിട്ട് വരാം. Parameters constructor can take any number of arguments. ഇവിടെ നമ്മൾ ആർഗ്യുമെന്റ്സ് എത്ര വേണമെങ്കിലും ആവാം. ഒരു ആർഗ്യുമെന്റ് ആവാം, രണ്ട് ആർഗ്യുമെന്റ് ആവാം, മൂന്ന് ആർഗ്യുമെന്റ് ആവാം, നാല് ആർഗ്യുമെന്റ് ആവാം. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എത്ര ആർഗ്യുമെന്റ്സ് വേണമെങ്കിലും പാരാമീറ്റർ കൺസ്ട്രക്ടറിന് ആവാം. ഇനി നമ്മൾ പ്രോഗ്രാം ടു ഡെമോൺസ്ട്രേറ്റ് പാരാമീറ്റർസ് കൺസ്ട്രക്ടർ. പാരാമീറ്റർസ് കൺസ്ട്രക്ടർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം. ടു ഡെമോൺസ്ട്രേറ്റ് പാരാമീറ്റർസ് കൺസ്ട്രക്ടർ. #iostream.h action go to conio.h a class വീണ്ടും rectangle എന്ന് പറഞ്ഞ പേരിലെ ക്ലാസ് and opening brace public വീണ്ടും length എന്ന് പറഞ്ഞ integer variable breadth എന്ന് പറഞ്ഞ integer variable. അടുത്ത നമ്മൾ മെത്തേഡ് പാർട്ട്. ഇതിനകത്താണ് പാരാമീറ്റർസ് കൺസ്ട്രക്ടർ ഉൾപ്പെടെ പറയാൻ പോകുന്നത്. നമ്മൾ പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. റെക്ടാംഗിൾ ബ്രാക്കറ്റിൽ IND, IND സെമിക്കോളൻ. ഇതാണ് ഒരു പാരാമീറ്റർസ് കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുന്ന സിന്റാക്സ്. ഇതിനെയാണ് നമ്മൾ പാരാമീറ്റർസ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ റെക്ടാംഗിൾ എന്നുള്ളതിനകത്ത് empty ബ്രാക്കറ്റ് അല്ല, IND, IND എന്ന് പറഞ്ഞാൽ ഡേറ്റ ടൈപ്പ് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഈ റെക്ടാംഗിൾ എന്ന കൺസ്ട്രക്ടർ ഇന്റിജർ ഡേറ്റ ടൈപ്പിൽപ്പെട്ട രണ്ട് വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യും. രണ്ട് ആർഗ്യുമെന്റ് ആണ്. അതിന്റെ അടുത്ത് രണ്ട് വാല്യൂ അക്സെപ്റ്റ് ചെയ്യും. രണ്ട് വാല്യൂ അക്സെപ്റ്റ് ചെയ്ത് മാത്രം പറഞ്ഞാൽ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരും, ആ വാല്യൂ ഏത് ഡേറ്റ ടൈപ്പ് ആണെന്ന്. അതാണ് നമ്മളിവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് IND. അപ്പൊ റെക്ടാംഗിൾ ബ്രാക്കറ്റിൽ IND, IND എന്ന് പറഞ്ഞാൽ ഈ റെക്ടാംഗിൾ എന്ന് പറഞ്ഞ ഈ പാരാമീറ്റർ കൺസ്ട്രക്ടർ രണ്ട് വാല്യൂ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, രണ്ടും ഇന്റിജർ ടൈപ്പ്. അപ്പം ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പാരാമീറ്റർസ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ക്ലാസ് ക്ലോസ് ചെയ്യാണ്. ഇനി ആ പാരാമീറ്റർസ് കൺസ്ട്രക്ടറിന്റെ ബോഡി പാർട്ട് നോക്കാം. റെക്ടാംഗിൾ, സ്കോപ്ലെസ് ഓപ്പറേറ്റർ, റെക്ടാംഗിൾ INTL, INTB. വാല്യൂ പാസ് ചെയ്യണമെങ്കിൽ വേരിയബിളിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റൂ. ഇവിടെ രണ്ട് ഇന്റിജർ വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. ആദ്യത്തെ ഇന്റിജർ വാല്യൂ പാസ് ചെയ്യാൻ വേണ്ടി L എന്ന് പറഞ്ഞ വേരിയബിളും രണ്ടാമത്തെ ഇന്റിജർ വാല്യൂ പാസ് ചെയ്യാൻ വേണ്ടി B എന്ന് പറഞ്ഞ വേരിയബിളും. അതിന്റെ ബോഡി പാർട്ട് ലെങ്ത് is equal to L സെമിക്കോളൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ L കൂടെ പാസ് ചെയ്ത വാല്യൂ ലെങ്തിൽ വരും. അതേപോലെ breadth is equal to B സെമിക്കോളൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആർഗ്യുമെന്റ് B എന്ന് പറഞ്ഞ വേരിയബിൾ കൂടെ പാസ് ചെയ്ത വാല്യൂ breadthൽ വരും. ഇതാണ് ഈ പാരാമീറ്റർസ് കൺസ്ട്രക്ടർ. അപ്പോൾ റെക്ടാംഗിൾ എന്ന് പറഞ്ഞ രണ്ട് ആർഗ്യുമെന്റ് ഉള്ള പാരാമീറ്റർസ് കൺസ്ട്രക്ടർ ആണ്. അതിൽ രണ്ട് ആർഗ്യുമെന്റ് ഇന്റിജർ വാല്യൂസ് ആണ്. ആദ്യത്തെ ഇന്റിജർ വാല്യൂ L എന്ന് പറഞ്ഞ വേരിയബിളിൽ കൂടെ പാസ് ചെയ്ത് ലെങ്ത് വരും. രണ്ടാമത്തെ ഇന്റിജർ വാല്യൂ B എന്ന് പറഞ്ഞ വേരിയബിളിൽ കൂടെ പാസ് ചെയ്ത് breadthൽ വരും. ഇനി നമ്മൾ വോയിഡ് മെയിൻ, അതിന്റെ ഓപ്പണിംഗ് ബ്രേസ്, സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി CLR SCR, റെക്ടാംഗിൾ R1 50, 60 അപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തെ വാല്യൂ 50ഉം രണ്ടാമത്തെ വാല്യൂ 60ഉം. അപ്പോൾ 50 എന്ന് പറഞ്ഞ വാല്യൂ L കൂടെ പാസ് ചെയ്ത് ലെങ്ത് വെച്ച് ലെങ്തിന്റെ വാല്യൂ 50 ആവും. അതേപോലെ രണ്ടാമത്തെ വാല്യൂ 60 ആണ്. അപ്പൊ അത് INTB എന്ന് പറയുമ്പോൾ B കൂടെ പാസ് ചെയ്ത് അത് breadthൽ വരും. അപ്പൊ ഇവിടെ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ അല്ല, പാരാമീറ്റർസ് കൺസ്ട്രക്ടർ ആണ് R1. അപ്പൊ ഓബ്ജക്റ്റ് റെക്ടാംഗിൾ R1 എന്ന ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ വാല്യൂ അങ്ങ് പാസ് ചെയ്യും. അപ്പം ഓബ്ജക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് തന്നെ വാല്യൂ പാസ് ചെയ്യും, ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഇതിനെ പാരാമീറ്റർസ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ആദ്യത്തെ വാല്യൂ 50 എന്ന് പറഞ്ഞ വാല്യൂ L കൂടെ പാസ് ചെയ്ത് ലെങ്ത് വരും. രണ്ടാമത്തെ വാല്യൂ 60 എന്ന് പറഞ്ഞ വാല്യൂ B എന്ന് പറഞ്ഞ വാല്യൂ കൂടെ പാസ് ചെയ്ത് breadth വരും. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി C out ലെങ്ത് ഓഫ് റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ R1 ഡോട്ട് ലെങ്ത്, C out breadth ഓഫ് റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ R1 ഡോട്ട് breadth. പിന്നെ നമ്മൾ മെയിൻ ക്ലോസ് ചെയ്യും. ഇതാണ് പാരാമീറ്റർസ് കൺസ്ട്രക്ടർ. ഇനി ഇതിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടെ, ടു ഡെമോൺസ്ട്രേറ്റ് പാരാമീറ്റർസ് കൺസ്ട്രക്ടർ. വീണ്ടും iostream.h, conio.h,
വീണ്ടും ക്ലാസ് റെക്ടാങ്കിൾ, അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് പബ്ലിക് എന്ന് ഡിക്ലെയർ ചെയ്തു. വീണ്ടും IND ലെങ്ത്, IND ബ്രെഡ്ത്ത്, പബ്ലിക്, ഇവിടെ റെക്ടാങ്കിൾ IND, വീണ്ടും പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ, വീണ്ടും അത് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി അതിന്റെ ബോഡി പാർട്ട് പറയാണ്. ആദ്യം ക്ലാസ് നെയിം, സ്കോപ്പ് ഓപ്പറേഷൻ, റെക്ടാങ്കിൾ INDL, INDB, ലെങ്ത് ഈസ് ഈക്വൽ ടു L സെമിക്കോളൻ, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു B സെമിക്കോളൻ. ഇവിടെ വെച്ച് തന്നെ നമ്മൾ വാല്യൂ അങ്ങ് ഡിസ്പ്ലേ ചെയ്യുകയാണ്. നേരത്തെ വെളിയിൽ വെച്ചായിരുന്നു, ഇവിടെ അങ്ങനെയല്ല. COut ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് ലെങ്ത് എന്ന് പറഞ്ഞ് നേരിട്ടങ്ങ്, ഇവിടെ ഓബ്ജക്റ്റിന്റെ ആവശ്യമില്ല. ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ, ലെങ്ത് എന്ന് വെച്ചാൽ ഈ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ലെങ്തിന്റെ വാല്യൂ. അപ്പോഴത്തേക്കും ആദ്യത്തെ വാല്യൂ L കൂടെ പാസ് ചെയ്ത് ലെങ്ത് വന്ന് കാണും, രണ്ടാമത്തെ വാല്യൂ B കൂടെ പാസ് ചെയ്ത് ബ്രെഡ്ത്ത് വന്ന് കാണും, രണ്ടാമത്തെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി COut, ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ, ബ്രെഡ്ത്ത്. വീണ്ടും അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇനി വോയിഡ് മെയിൻ ഓപ്പണിംഗ് ബ്രേസ്, സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി CLR SCR, റെക്ടാങ്കിൾ R150, സെമിക്കോളൻ. അപ്പം ഇവിടെയും ഡിഫോൾട്ട് കൺസ്ട്രക്ടർ അല്ല, പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ ആണ്. രണ്ട് ഇന്റിജർ ആർഗ്യുമെന്റ് ഉള്ള പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ ആണ്. അപ്പൊ ആദ്യം 50 എന്ന് പറഞ്ഞ വാല്യൂ L കൂടെ പാസ് ചെയ്ത് ലെങ്ത് വരും, 60 എന്നുള്ള വാല്യൂ L കൂടെ പാസ് ചെയ്തിട്ട് വരും. പക്ഷെ ഇതിപ്പോ വിളിച്ചു കഴിയുമ്പോൾ ഈ ഒറ്റ ലൈനിൽ കൂടെ തന്നെ ഇതിനകത്ത് ലെങ്തും ബ്രെഡ്ത്തും അങ്ങ് ഡിസ്പ്ലേ അങ്ങ് ചെയ്യും. അതുകൊണ്ട് തന്നെ ലെങ്തും ബ്രെഡ്ത്തും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇനി വേറൊരു മെത്തേഡ് വിളിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. അപ്പൊ മെയിൻ നമുക്ക് ക്ലോസ് ചെയ്യാം. വേറൊരു മെത്തേഡ് എക്സ്ക്ലൂസീവ് ആയിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം റെക്ടാങ്കിൾ എന്ന് പറയുന്ന ആ പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടറിനകത്ത് തന്നെ രണ്ട് COut സ്റ്റേറ്റ്മെന്റ് വഴി ലെങ്തിന്റെ വാല്യൂ ബ്രെഡ്ത്തിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാനുള്ള COut സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ റെക്ടാങ്കിൾ R150, സെമിക്കോളൻ എന്ന് പറയുമ്പോൾ അവിടെ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ് R1 ഓബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒപ്പം തന്നെ L വഴി 50 എന്ന് പറഞ്ഞ വാല്യൂ, B വഴി 60 എന്ന് പറഞ്ഞ വാല്യൂ പാസ് ചെയ്യും. ആ L വഴി പാസ് ചെയ്യുന്ന വാല്യൂ 50 എന്നുള്ളത് ലെങ്ത് വരും, B വഴി പാസ് ചെയ്ത 60 എന്നുള്ള ബ്രെഡ്ത്തിൽ വരും. ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് 50 പ്രിന്റ് ചെയ്യും, ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് 60 പ്രിന്റ്. ഇതാണ് പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ. ഇനി അടുത്ത കൺസ്ട്രക്ടർ ഓവർലോഡിങ്. ഇപ്പൊ തന്നെ നമുക്ക് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്, പാരാമീറ്റർ കൺസ്ട്രക്ടർ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മളിപ്പം ഒരു പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒന്നേ വന്നുള്ളൂ, ഒന്നീ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ അല്ലെങ്കിൽ പാരാമീറ്റർ കൺസ്ട്രക്ടർ. ഇനി അങ്ങനെയല്ല, ഒരു പ്രോഗ്രാമിൽ ഒന്നിക്കുള്ള കൺസ്ട്രക്ടേഴ്സ് വരാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ടർ ഓവർലോഡിങ്. The constructor overloading can be defined as the concept of having more than one constructor with different parameters so that every constructor can perform a different task. Constructor overloading എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കൺസ്ട്രക്ടേഴ്സ് വരുന്നു. അപ്പം അവിടെ വേറൊരു പ്രശ്നം വരും. കാരണം എല്ലാ കൺസ്ട്രക്ടറിനും ക്ലാസ് നെയിം എന്നുള്ള സെയിം ആണ്. അപ്പൊ ഏത് കൺസ്ട്രക്ടറിനെ എങ്ങനെ അറിയും? അത് തിരിച്ചറിയാൻ വേണ്ടി അവിടെ ഒന്നുകിൽ പാരാമീറ്റേഴ്സിന്റെ എണ്ണം വെച്ച് തിരിച്ചറിയും, അല്ലെങ്കിൽ പാരാമീറ്ററിന്റെ ഡേറ്റ ടൈപ്പ് വെച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു ക്ലാസ്സിനകത്ത് ഒന്നിൽ കൂടുതൽ കൺസ്ട്രക്ടേഴ്സ് വന്നാൽ അതിനെയാണ് നമ്മൾ കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. Overloaded constructors essentially have the same name of the class and different number of arguments. എന്തായാലും എത്ര കൺസ്ട്രക്ടർ ഉണ്ടെങ്കിലും എല്ലാ കൺസ്ട്രക്ടറിനും പേരൊന്നായിരിക്കും. ഏതിന്റെ പേരായിരിക്കും? ക്ലാസിന്റെ പേരായിരിക്കും. അപ്പൊ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് വെച്ച് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം. A constructor is called depending upon the number and type of the arguments passed. ഒന്നുകിൽ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ടൈപ്പ്. ഏത് ടൈപ്പാണ് ആർഗ്യുമെന്റ്സ് എന്നുള്ളത്? ഇന്റിജർ ആണോ, ഫ്ലോട്ട് ആണോ, ക്യാരക്ടർ ആണോ എന്നൊക്കെയുള്ള. എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിനകത്ത് ഒന്നിൽ കൂടുതൽ കൺസ്ട്രക്ടർ ഒന്നിച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പം അതിനെയാണ് നമ്മൾ കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. The constructors are overloaded to initialize the objects of a class in different ways. അപ്പോൾ ഒരു ഓബ്ജക്റ്റിനകത്ത് ഡിഫറെന്റ് വാല്യൂസ് വെച്ച് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് നമ്മൾ ചെയ്യുന്നത്. This allows us to initialize the object with either default values or use the given values. നമുക്ക് ഒന്നി ഡിഫോൾട്ട് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ അത് ലൊക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ വാല്യൂസ് ലൊക്കേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് അവിടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് യൂസ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം ഡെമോൺസ്ട്രേറ്റ് കൺസ്ട്രക്ടർ ഓവർലോഡിംഗ്.
to demonstrate constructor overloading. Action code iostream.h, action code conio.h, a class example, class in the very example, opening brace, int num1, num2, num3. Public data type public ഇവിടെ നമ്മൾ ആക്കിയിട്ടില്ല കുഴപ്പമില്ല. അടുത്ത മെത്തേഡ് പാർട്ടിൽ നമ്മൾ public example empty bracket and default constructor. അടുത്ത example bracket int parameters constructor with 2 integer arguments. അപ്പോൾ ഇവിടെ ഒരു default constructor ആദ്യത്തെ എഴുതിയിരിക്കുന്നത് default constructor, രണ്ടാമത് എഴുതിയിരിക്കുന്നത് parameters constructor, രണ്ട് integer values argument ആയിട്ട് പാസ് ചെയ്യുന്ന parameters constructor. ഒന്നുകൂടെ എക്സാമ്പിൾ int, parameters constructor with 3 arguments ഉണ്ടാവും. അപ്പോൾ ഒരു ക്ലാസ്സിനകത്ത് തന്നെ 3 കൺസ്ട്രക്ടർ. ആദ്യത്തെ default constructor, രണ്ടാമത്തെ 2 integer argument പാസ് ചെയ്യുന്ന ഒരു parameters constructor, മൂന്നാമത് 3 integer values പാസ് ചെയ്യുന്ന ഒരു parameters constructor. ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ് ക്ലോസ് ചെയ്തു. ഇനി ഓരോന്നിന്റെയും കോഡ് ആൻഡ് ബോഡി പാർട്ടി പറയണം. എക്സാമ്പിൾ empty bracket default constructor ഉണ്ട്. cout default constructor. അതിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും പറഞ്ഞ default constructor മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത എക്സാമ്പിൾ int i, int j, 2 ആർഗ്യുമെന്റ് ഉള്ള parameter constructor ആണ്. അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് number 1 is equal to i, number 2 is equal to j. i കൂടെ പാസ് ചെയ്യുന്ന വാല്യൂ number 1 വരും, j കൂടെ പാസ് ചെയ്യുന്ന വാല്യൂ num 2 വരും. cout a constructor with 2 parameters. cout first parameter എന്ന് പറഞ്ഞ് num1 ന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. cout second parameter എന്ന് പറഞ്ഞ് num2 ന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. അതിന്റെ ബോഡി പാർട്ട് കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്ന ഡിഫോൾട്ട് കൺസ്ട്രക്ടറിൽ ഒന്നും ഡിസ്പ്ലേ ചെയ്യുന്ന ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, രണ്ടാമത്തേൽ int i, int j, 2 ആർഗ്യുമെന്റ് ഇന്റിജർ. ആദ്യത്തെ i കൂടെ പാസ് ചെയ്യുന്നത് num1 വരും, j കൂടെ പാസ് num2 വരും. പിന്നെ cout സ്റ്റേറ്റ്മെന്റ് വഴി ആ 2 വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യും. ഇനി മൂന്നാമത്തെ കൺസ്ട്രക്ടർ എക്സാമ്പിൾ int i, int j, int k. കാരണം ഇവിടെ 3 ആർഗ്യുമെന്റ് ആണ്, 3 ഇന്റിജർ. അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് num1 is equal to i, num2 is equal to j, num3 is equal to k. അപ്പോൾ ഇവിടെ i കൂടെ പാസ് ചെയ്യുന്നത് num1 വരും, j കൂടെ പാസ് ചെയ്യുന്നത് num2 വരും, k കൂടെ പാസ് ചെയ്യുന്നത് num3 വരും. cout constructor with 3 parameters. First parameter num1, second parameter num2, third parameter cout third parameter num3. First parameter i കൂടെ പാസ് ചെയ്ത് num1 വരും, second parameter j കൂടെ പാസ് ചെയ്ത് num2 വരും, third parameter k കൂടെ പാസ് ചെയ്ത് num3 വരും. അത് മൂന്നും ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി ഇതിന്റെ മെയിൻ void main clr example obj. ഇവിടെ obj എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വരും, ആ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. അടുത്ത എക്സാമ്പിൾ obj2 10,11. അപ്പൊ ഇവിടെയും ഈ പാരാമീറ്റർ കൺസ്ട്രക്ടറിനകത്ത് തന്നെ cout വഴി ഡിസ്പ്ലേ ആക്കാം. അപ്പം ആദ്യത്തെ വാല്യൂ 10 എന്ന് ഡിസ്പ്ലേ, രണ്ടാമത്തെ വാല്യൂ 11 എന്ന് ഡിസ്പ്ലേ. ഇൻവോക്ക് ദി കൺസ്ട്രക്ടർ വിത്ത് 2 int പാരാമീറ്റേഴ്സ്. അടുത്ത എക്സാമ്പിൾ obj3 1,4,3. അപ്പൊ അവിടെ ആദ്യത്തെ വാല്യൂ 1, രണ്ടാമത്തെ വാല്യൂ 4, മൂന്നാമത്തെ വാല്യൂ 3. ഇൻവോക്ക് ദി കൺസ്ട്രക്ടർ വിത്ത് 2 int പാരാമീറ്റേഴ്സ്. ഇവിടെ എല്ലാം ജസ്റ്റ് ക്ലാസ് വെച്ച് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ തന്നെ അതാത് കൺസ്ട്രക്ടേഴ്സ് ഇൻവോക്ക് ചെയ്യുന്നു. ആദ്യത്തെ എക്സാമ്പിൾ obj എന്ന് പറയുമ്പോൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യും. എക്സാമ്പിൾ obj2 എന്ന് പറയുമ്പോൾ 2 ആർഗ്യുമെന്റ് ഉള്ള ഇൻവോക്ക് ചെയ്യും. എക്സാമ്പിൾ obj3 എന്ന് പറയുമ്പോൾ 3 ആർഗ്യുമെന്റ് ഇൻവോക്ക് ചെയ്യും. മെയിൻ ക്ലോസ് ചെയ്യും. അടുത്ത ഇത് ഇലസ്ട്രേറ്റ് ചെയ്യുന്ന കൺസ്ട്രക്ടർ ഓവർലോഡ് ഇൻസ്റ്റലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടെ iostream.h, conio.h, ക്ലാസ് ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ് അവിടെ പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. int ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, വോളിയം. പബ്ലിക് ബോക്സ് എന്ന് പറഞ്ഞ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ബോക്സ് int എന്ന് പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് ഉള്ള കൺസ്ട്രക്ടർ, ഒരു പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടർ. ബോക്സ് int എന്ന് പറഞ്ഞ മൂന്ന് ആർഗ്യുമെന്റ് ഉള്ള കൺസ്ട്രക്ടർ. അപ്പൊ ആദ്യത്തെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, മറ്റേ ഒറ്റ ആർഗ്യുമെന്റ് 2, മൂന്നാമത്തെ ആർഗ്യുമെന്റ്. ഇതിനാണ് കാണുക. ബോക്സ് സെയിം ക്ലാസ് തന്നെ ബോക്സ് empty ബ്രാക്കറ്റ് ഉള്ള ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, ഒറ്റ ഇന്റിജർ ആർഗ്യുമെന്റ് ഉള്ള ഒരു പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ, 3 ഇന്റിജർ ആർഗ്യുമെന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ പാരാമീറ്റർ കൺസ്ട്രക്ടർ. ഇതിനെ അപ്പൊ ഒരേ ക്ലാസ്സിനകത്ത് ഈ 3 എണ്ണം വരുന്നു. ഇതിനാണ് കൺസ്ട്രക്ടർ ഓവർലോഡ്.
പിന്നെ നമ്മൾ സാധാരണ മെത്തേഡ് വോയിഡ് വോളിയം. ക്ലാസ് നമ്മൾ ക്ലോസ് ചെയ്തു. ഓരോന്നിന്റെ കോഡ് ബോക്സ് എൻ്റർ ദി ലെങ്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ബോക്സ്. CN വെച്ച് ആദ്യത്തെ വാല്യൂ ലെങ്ത് വരും, രണ്ടാമത്തെ വാല്യൂ ബ്രെഡ്ത്ത് വരും, മൂന്നാമത്തത് ഹൈറ്റിൽ വരും. അടുത്ത ഒറ്റ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്ന പാരാമീറ്റർ കൺസ്ട്രക്ടർ ബോക്സ് സ്കോപ്പ് ബോക്സ് INTL ലെങ്ത് ഇസ് ഈക്വൽ ടു L കൂടെ പാസ് ചെയ്യുന്ന വാല്യൂ ലെങ്തിൽ വരും. ബ്രെഡ്ത്തിൽ കൂടെ പാസ് ചെയ്യുന്ന വാല്യൂ, കാരണം ഒറ്റ ആർഗ്യുമെന്റേ ഉള്ളൂ, ആ L കൂടെ പാസ് ചെയ്യുന്ന വാല്യൂ തന്നെ ബ്രെഡ്ത്തിലും കൊടുക്കും, L കൂടെ പാസ് ചെയ്യുന്ന വാല്യൂ ഹൈറ്റിലും കൊടുക്കും. കാരണം ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റ് ഉണ്ട്, പക്ഷെ ഒറ്റ വാല്യൂ പാസ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഒറ്റ വാല്യൂ തന്നെ 3 അലോക്കേറ്റ് ചെയ്യും. ഇനി 3 ആർഗ്യുമെന്റ് ഉള്ള കൺസ്ട്രക്ടർ, അതിന്റെ ബോഡി പാർട്ട് ലെങ്ത് ഇസ് ഈക്വൽ ടു L കൂടെ വരുന്ന ലെങ്ത് അലോക്കേറ്റ് ചെയ്യും, ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു B കൂടെ വരുന്നത് ബ്രെഡ്ത്തിൽ അലോക്കേറ്റ് ചെയ്യും, ഹൈറ്റ് ഇസ് ഈക്വൽ ടു H കൂടെ വരുന്നത് ഹൈറ്റ്. അപ്പം L കൂടെ വരുന്ന ലെങ്തില്, B കൂടെ വരുന്ന ബ്രെഡ്ത്തില്, H എന്ന് പറയുന്നത് ഹൈറ്റില്. അതിന്റെ ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾ വോളിയം കണ്ടുപിടിക്കുന്നു. വോളിയം ഇസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. CO2 വോളിയം ഓഫ് ദി ബോക്സ് ഇസ് ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് ഈസ് വോളിയം എന്ന് പറഞ്ഞ് വോളിയം ഡിസ്പ്ലേ ചെയ്യുന്നു. വോളിയം മെത്തേഡ് നമ്മൾ ക്ലോസ് ചെയ്യിക്കുന്നു. ഇനി അതിന്റെ മെയിന് വോയിഡ് മെയിന് CLR SCR ബോക്സ് B1, B2, 5, B3, 7 ഒറ്റ ലൈനിലും വിളിക്കാം. ബോക്സ് B1 എന്ന് വിളിക്കുമ്പോൾ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വിളിക്കും. അപ്പൊ CIN CO2 CO2 വഴി നമ്മൾ വാല്യൂ കൊടുത്ത് അത് ഡിസ്പ്ലേ ചെയ്യും. B2 5 എന്ന് പറയുമ്പോൾ എല്ലിനും ലെങ്തിന്റെ ബ്രെഡ്ത്തിന്റെ ഹൈറ്റിന്റെ വാല്യൂ 5 ആയിരിക്കും. B3 7 9 എന്ന് പറയുമ്പോൾ 7 എന്ന് പറഞ്ഞ വാല്യൂ ലെങ്തിന് വരും, 8 എന്ന് പറഞ്ഞ വാല്യൂ ബ്രെഡ്ത്തിന് വരും, 9 എന്ന് പറഞ്ഞ വാല്യൂ ഹൈറ്റിന് വരും. ഇത് മൂന്നും വെച്ച് കമ്പ്യൂട്ട് ചെയ്യും. ഫസ്റ്റ് ഡീഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി B1 ഡോട്ട് വോളിയം ഒറ്റ ആർഗ്യുമെന്റ് ഉള്ള B2 വെച്ച് നമ്മൾ B2 ഓബ്ജക്റ്റ് വെച്ച് വിളിച്ച ഒറ്റ ആർഗ്യുമെന്റ് ഉള്ളതാണ്. അപ്പൊ അതിന്റെ വോളിയം രണ്ടാമത് വരും. പിന്നെ B3 ഓബ്ജക്റ്റിന്റെ വോളിയം മൂന്നാമത് വരും. അപ്പം ഒരേ ക്ലാസ്സിനകത്ത് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ, ഒരു ആർഗ്യുമെന്റ് ഉള്ള ഒരു കൺസ്ട്രക്ടർ, 3 ആർഗ്യുമെന്റ് ഉള്ള കൺസ്ട്രക്ടർ, ഇതിനാണ് നമ്മൾ കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.